ഹലോ വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിലെ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ? താഴെ തന്നിരിക്കുന്നതെല്ലാം സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഒരു ടൈപ്പ് അല്ലാത്തത് ഏതാ? ഷെയ്ഡഡ് പോൾ മോട്ടർ, കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ, കപ്പാസിറ്റർ റൺ മോട്ടർ, സ്പ്ലിറ്റ് ഫേസ് മോട്ടർ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ആ ഒരു വിഭാഗത്തിൽ പെടാത്തതാണ് ഏത്? കപ്പാസിറ്റർ റൺ മോട്ടർ. ബാക്കി മൂന്നെണ്ണം എന്തിന്റെ വിഭാഗത്തിൽ പെടുന്നതാ? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. Which of the following types of single phase induction motor has highest starting torque? Highest starting torque ഉള്ളത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനാണ്? ഷെയ്ഡഡ് പോൾ മോട്ടർ, കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ, കപ്പാസിറ്റർ റൺ മോട്ടർ, സ്പ്ലിറ്റ് ഫേസ് മോട്ടർ. ഓപ്ഷൻ ബി, കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറിനാണ് ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉള്ളത്. The starting capacitor in a capacitor start motor is connected in. കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറിലുള്ള സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ എങ്ങനെയാണ് വൈൻഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് വിത്ത് മെയിൻ വൈൻഡിങ് ആണോ? പാരലൽ വിത്ത് മെയിൻ വൈൻഡിങ് ആണോ? സീരീസ് വിത്ത് റോട്ടർ വൈൻഡിങ് ആണോ? പാരലൽ വിത്ത് റോട്ടർ വൈൻഡിങ് ആണോ? എന്താണ്? അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഇൻ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറിലുള്ള സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? വിച്ച് ഈസ് സീരീസ് വിത്ത് മെയിൻ വൈൻഡിങ്. മെയിൻ വൈൻഡിങ്ങുമായിട്ട് സീരീസിലാണത് കണക്ട് ചെയ്തിരിക്കുന്നത്. Fourth question, the run capacitor in a capacitor run motor is connected in. Capacitor run മോട്ടറിലുള്ള run capacitor എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് വിത്ത് മെയിൻ വൈൻഡിങ്, പാരലൽ വിത്ത് മെയിൻ വൈൻഡിങ്, സീരീസ് വിത്ത് റോട്ടർ വൈൻഡിങ്, പാരലൽ വിത്ത് റോട്ടർ വൈൻഡിങ്. കപ്പാസിറ്റർ റൺ മോട്ടറിലുള്ള റൺ കപ്പാസിറ്റർ പാരലൽ വിത്ത് മെയിൻ വൈൻഡിങ്ങിലാണ് അത് എന്ത് ചെയ്തിരിക്കുക? കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ, തൊട്ട് മുമ്പ് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, the power factor of a single phase induction motor is typically. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ടിപ്പിക്കലി എങ്ങനെയാ? യൂണിറ്റി ആണോ, അതോ ലാഗ് ആണോ, അതോ ലീഡ് ആണോ, അതോ സീറോ ആണോ? അത് ലാഗിങ് ആണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലുള്ള പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി എന്താ? അത് ലാഗിങ് ആണ്. The speed of a single phase induction motor is. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് എങ്ങനെയാണ്? Directly proportional to supply voltage, inversely proportional to supply voltage, directly proportional to frequency, inversely proportional to frequency. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് which is directly proportional to frequency. ഫ്രീക്വൻസി ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. 120 f/p എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 120 ആ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ p എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് പോൾസ് അതിലുള്ളത് അല്ലെ. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ് സ്പീഡ് ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, റോട്ടർ ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലുള്ള റോട്ടർ എങ്ങനത്തെയാ? അത് സ്ക്വിറൽ കേജ് ടൈപ്പ് റോട്ടർ ആണോ, അതോ വൗണ്ട് ടൈപ്പ് റോട്ടർ ആണോ, അതോ ബോത്ത് സ്ക്വിറൽ കേജ് ആൻഡ് വൗണ്ട് ടൈപ്പ് റോട്ടർ ആണോ? നണ്ണാണോ? അപ്പോൾ റോട്ടർ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലുള്ള റോട്ടർ എന്ന് പറയുന്നത് അത് സ്ക്വിറൽ കേജ് ടൈപ്പ് ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടിംഗ് കറണ്ട് ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് എങ്ങനെയാണ്? വിച്ച് ഇസ് ലോവർ ദാൻ റണ്ണിംഗ് കറണ്ട്. റണ്ണിംഗ് കറണ്ടിനേക്കാളും കുറവാണ്. അതുപോലെ ഈക്വൽ ടു റണ്ണിംഗ് കറണ്ട്. റണ്ണിംഗ് കറണ്ടിനേക്കാളും ഈക്വൽ, റണ്ണിംഗ് കറണ്ടിന്റെ ഒപ്പം തന്നെയാണ്, അല്ലെങ്കിൽ ഹയർ ദാൻ റണ്ണിംഗ് കറണ്ട്. റണ്ണിംഗ് കറണ്ടിനേക്കാളും കൂടുതലാണ്, സീറോ ആണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. സ്റ്റാർട്ടിംഗ് കറണ്ട് ഓഫ് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്താ? ഹയർ ദാൻ റണ്ണിംഗ് കറണ്ട്. റണ്ണിംഗ് കറണ്ടിനേക്കാളും കൂടുതലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. The synchronous speed of a single phase induction motor. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ synchronous speed എങ്ങനെയാണ്? Which is equal to supply frequency, which is twice the supply frequency, half the supply frequency, none of the above. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ 120 f/p അല്ലേ? which is എങ്ങനെയാ? which is equal to supply frequency. എത്ര നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The slip of a single phase induction motor is. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്ലിപ്പ് എന്ന് പറയുന്നത് വാല്യൂ എങ്ങനെയാ? 0 ആണോ, ലെസ് ദാൻ 1 ആണോ, ഗ്രേറ്റർ ദാൻ 1 ആണോ, ഈക്വൽ ടു സപ്ലൈ ഫ്രീക്വൻസി ആണോ? അത് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്ലിപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ് കേട്ടോ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്ലിപ്പ് എങ്ങനെയാ? ലെസ് ദാൻ 1 ആണ്. നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ മോട്ടറിലെ സ്ലിപ്പ് എന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് റോട്ടർ ആണ്. റോട്ടറിന്റെയും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെയും റിലേറ്റീവ് സ്പീഡാണ് അതിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുക. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് പെർ യൂണിറ്റ് സിംഗിൾ സ്പീഡാണ്.
ഇതൊരു ഡയമെൻഷൻലെസ് ആയിട്ടൊരു ക്വാണ്ടിറ്റി ആണ്. ഈ പറയുന്ന സ്ലിപ്പ് ഇൻഡക്ഷൻ മോട്ടറിൽ ഇതിന്റെ സ്ലിപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് അതിനൊരു ഇക്വേഷൻ ഉണ്ട്, NS മൈനസ് NR ഡിവൈഡ് ബൈ NS എന്നുള്ളൊരു ഇക്വേഷൻ അതിനുണ്ട്. ഇതിൽ NS ഉം NR എന്ന് പറയുന്നത് സിങ്ക്രണസ് സ്പീഡ് ഓഫ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സും റോട്ടർ സ്പീഡും ആണ്. സിങ്ക്രണസ് സ്പീഡ് ഓഫ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഇത് റോട്ടറിന്റെ സ്പീഡാണ്. അപ്പോൾ ഇതില് നമ്മൾക്ക് ഇതിനിടയ്ക്കുള്ള റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും, NS മൈനസ് NR ആണ് അതിന്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതാണ് റിലേറ്റീവ് സ്പീഡ്. ഈ റിലേറ്റീവ് സ്പീഡിനോട് ഡിവൈഡ് ബൈ NS ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സ്പീഡ് ഓഫ് റോട്ടർ ഒരിക്കലും എന്താവില്ല, വിച്ച് ഇസ് ഈക്വൽ ടു കനോട്ട് ബി ഈക്വൽ ടു സിങ്ക്രണസ് സ്പീഡാണ്. അതായത് NR എപ്പോഴും എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും, NR ലെസ് ദാൻ NS എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും. NR ലെസ് ദാൻ NS എന്നുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് ഇൻഡക്ടറിൽ നമുക്ക് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സ്ലിപ്പിന്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണ്. അതായത് ലെസ് ദാൻ 1 ആണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ സ്ലിപ്പിന്റെ വാല്യൂ 0 to 1 ഇടയ്ക്കാണ്. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ലെസ് ദാൻ 1 ആണ് അതിനെപ്പോഴും വരിക, 0 ആവില്ല കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്യാം. 11th question. The torque produced by a single phase induction motor is. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ ഉണ്ടാവുന്ന ടോർക്ക് എങ്ങനെയാണ് വിത്ത് റെസ്പെക്ട് ടു സ്ലിപ്പിന് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് ആണോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് ആണോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് സ്ലിപ്പ് ആണോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് സ്ലിപ്പ് ആണോ, എങ്ങനെയാണ് വരിക? ഓപ്ഷൻ എ ആണ്, സ്ലിപ്പിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും? സപ്ലൈ വോൾട്ടേജ് കൂട്ടിയതുകൊണ്ട് അത് ഇൻക്രീസ് ആവുമോ, അതോ ഡിക്രീസ് ഇൻ ദ സപ്ലൈ വോൾട്ടേജ് കുറച്ചതുകൊണ്ട് നമുക്കത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമോ സ്റ്റാർട്ടിംഗ് ടോർക്ക്? അതോ ലാർജർ കപ്പാസിറ്റർ യൂസ് ചെയ്താൽ അത് ഉപകരിക്കുമോ, അതോ സ്മോളർ കപ്പാസിറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടോർക്കിൽ വല്ല വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കും? യൂസിങ് എ ലാർജർ കപ്പാസിറ്റർ, വലിയ കപ്പാസിറ്റർ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ കപ്പാസിറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് അവിടെ എന്തായി കിട്ടും, കൂടി കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദ പവർ ഫാക്ടർ ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും? ബൈ ഇൻക്രീസിങ് ദ സപ്ലൈ വോൾട്ടേജ് കൂട്ടുന്നത് കൊണ്ടോ, സപ്ലൈ വോൾട്ടേജ് കുറയ്ക്കുന്നത് കൊണ്ടോ, ലാർജ് കപ്പാസിറ്ററിന്റെ ഉപയോഗം കൊണ്ടോ, അല്ലെങ്കിൽ സ്മോളർ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് എന്താ വ്യത്യാസം വരുമോ? അപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ചെറിയ കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോഴാണ്. സ്മോളർ കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ പവർ ഫാക്ടർ അതെന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. The efficiency of a single phase induction motor is typically ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ടിപ്പിക്കലി എങ്ങനെയാണ്? ഹൈ ആണോ, മീഡിയം ആണോ, ലോ ആണോ, വെരി ലോ ആണോ? ഓപ്ഷൻ സി ആണ്, വളരെ കുറവാണ്. എഫിഷ്യൻസി ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് ടിപ്പിക്കലി എന്താണ്, കുറവാണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആർ യൂസ്ഡ് ഇൻ എ വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിങ്. എവിടെയാണ് ഈ പറയുന്ന സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫാൻസ്, പമ്പ്സ്, കംപ്രസേഴ്സ്, ഓൾ ദ എബോവ്. എല്ലാത്തിനും യൂസ് ചെയ്യും. ഫാനിൽ യൂസ് ചെയ്യും, പമ്പിൽ യൂസ് ചെയ്യും, കംപ്രസറിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ ഉപയോഗിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് എ ഷെയ്ഡഡ് പോൾ മോട്ടർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഷെയ്ഡഡ് പോൾ മോട്ടറിലുള്ള സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ഷെയ്ഡിംഗ് കോയിൽ ആണോ, മെയിൻ വൈൻഡിങ് ആണോ, ബോത്ത് ഈ പറയുന്ന ഷെയ്ഡിംഗ് കോയിലും മെയിൻ വൈൻഡിങ് യൂസ് ചെയ്തിട്ടാണോ, നണ്ണാണോ? അപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് എ ഷെയ്ഡഡ് പോൾ മോട്ടർ എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ ഷെയ്ഡിംഗ് കോയിൽ യൂസ് ചെയ്തിട്ടാണ്. The single phase induction motors are categorized into. Single phase induction motor എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്? 1, 2, 3, 4. 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കേട്ടോ, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ സ്പ്ലിറ്റ് ഫേസ് എന്നും ഷെയ്ഡഡ് പോൾ എന്നും കപ്പാസിറ്റർ ടൈപ്പ് മോട്ടോഴ്സ് എന്നും നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. If the synchronous speed of a motor is 1250, ഒരു മോട്ടറിന്റെ സിംഗ്രണസ് സ്പീഡ് വന്നിട്ട് 1250 ആണ്, അതിന്റെ ആക്ച്വൽ സ്പീഡ് 1300 ആണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന മോട്ടറിന്റെ സ്ലിപ്പ് ഇൻ ടേംസ് ഓഫ് പെർസെന്റേജിൽ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കാം. ഇൻഡക്ഷൻ മോട്ടറിലെ സ്ലിപ്പിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ NS മൈനസ് NR ഡിവൈഡ് ബൈ NS ഇൻറ്റു 100 ആണ്. ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ് അതുകൊണ്ട് ഒരു ഇൻറ്റു 100 കൊടുക്കണം. അപ്പോൾ ഈ ഇക്വേഷനിൽ NS എന്ന് പറയുന്നത് സിംഗ്രണസ് സ്പീഡാണ് ഇൻ ടേംസ് ഓഫ് RPM. NR എന്ന് പറയുന്നത് റൊട്ടേഷണൽ സ്പീഡാണ് ഇൻ ടേംസ് ഓഫ് RPM. അപ്പോൾ റെവല്യൂഷൻ ഫോർ ഈച്ച് സെക്കൻഡ്, റെവല്യൂഷൻ പെർ സെക്കൻഡ്, റെവല്യൂഷൻ പെർ മിനിറ്റ് RPM. അപ്പോൾ NS ഉം NR ഉം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൽ വാല്യൂ നമുക്ക്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ NR തന്നിട്ടുണ്ട് 1250 RPM ആണ് തന്നിട്ടുണ്ട്. NS 1300 ആണ് തന്നിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. NR മൈനസ് NS നമുക്ക് റിലേറ്റീവ് ആയിട്ടുള്ള സ്പീഡ് കിട്ടും. 1300 മൈനസ് 1250. അപ്പോൾ നമുക്ക് 50 കിട്ടും. അപ്പോൾ അത് ഫോർമുല ടു ഫൈൻഡ് സ്ലിപ്പ് എന്ന് പറയുന്നത് NR മൈനസ് സ്ലിപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ NR മൈനസ് NS ഡിവൈഡ് ബൈ NS ഇൻറ്റു 100 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കിട്ടും എന്ത് 3.84% കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സ്ലിപ്പിൻ്റെ മെഷർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ മുകളിൽ തന്നിരിക്കുന്ന ഫോർമുലയാണ് ഉപയോഗിക്കുക. ഓക്കെ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? Less expensive, reliable, easy to maintain and repair, all the above. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പെൻസീവ് അത്രയ്ക്കല്ല, റിലയബിൾ ആണ്, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ റിപ്പയർ ചെയ്യാനൊക്കെ സാധിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന മൂന്നും ശരിയാണ്. ഇനി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ ഡാഷ് തിയറി ഈസ് യൂസ്ഡ്. ഒരു പർട്ടിക്കുലർ തിയറി യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് ദ പെർഫോമൻസ് ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ പെർഫോമൻസ് ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തിയറി ഏതാണ് എന്നാണ് ചോദിക്കണം. ഡബിൾ റിവോൾവിംഗ് തിയറി, ക്രോസ് ഫീൽഡ് തിയറി, ബോത്ത് എ ആൻഡ് ബി രണ്ടും യൂസ് ചെയ്യും. ഡബിൾ റിവോൾവിംഗ് ഫീൽഡ് തിയറിയും ക്രോസ് ഫീൽഡ് തിയറിയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. The rate power of single phase induction motor is around. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ റേറ്റ് പവർ എന്ന് പറയുന്നത് എത്രയാണ്? 10, 15, 60, 60 വാട്ടാണ് കേട്ടോ. The one single phase induction motor consists single phase winding on. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ സിംഗിൾ ഫേസ് വൈൻഡിങ് എവിടെയാണ് ഇട്ടിരിക്കുന്നത്? സ്റ്റേറ്ററിലാണോ റോട്ടറിലാണോ? സ്റ്റേറ്ററിലും റോട്ടറിലും കൂടെയാണോ? നണ്ണാണോ? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ സിംഗിൾ ഫേസ് വൈൻഡിങ് ഇട്ടിരിക്കുന്നത് സ്റ്റേറ്ററിലാണ്. ഓപ്ഷൻ എ. ഇനി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ദ സ്റ്റേറ്റർ ഔട്ടർ ഡയമീറ്റർ ഇസ് അറൗണ്ട്. സ്റ്റേറ്ററിന്റെ ഔട്ടർ ഡയമീറ്റർ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ എങ്ങനെയാണ്? 10 mm, 20 mm, 40 mm, 75 mm. ഓപ്ഷൻ ഡി 75 mm ആണ് കേട്ടോ. ഇനി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ദ റേഞ്ച് ഓഫ് സ്പീഡ് ഈസ് ബിറ്റ്വീൻ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലെ റേഞ്ച് ഓഫ് സ്പീഡ് എങ്ങനെയാണ്? 100 to 200 RPM ആണോ? 1000 to 2000 RPM ആണോ? 10 to 20 RPM ആണോ? 1455 to 1465 RPM ആണ്. എങ്ങനെയാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ സ്പീഡിന്റെ റേഞ്ച് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് 1455 മുതൽ 1465 RPM വരെയാണ് അതിന്റെ. ഫ്രീക്വൻസി ഇൻ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർസ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാണ്? 10 Hz, 30 Hz, 40 Hz, 50 Hz. ഓഫ് കോഴ്സ് അത് എത്രയാണ്? 50 Hz ആണ്. അപ്പോൾ ഇത്രയാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആ 25 ചോദ്യങ്ങൾ. താങ്ക് യു.